ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു Xylem ലേണിംഗ്. ഇറ്റ്സ് മീ ആദർശ്. മക്കളെ, നിങ്ങൾ ഐഡന്റിറ്റീസ് എന്ന ചാപ്റ്റർ പഠിക്കുന്നതിന് മുമ്പ് അറിഞ്ഞിരിക്കേണ്ട വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ഞാൻ നിങ്ങളെ ഇപ്പോൾ പഠിപ്പിക്കാൻ പോകുന്നത്. നിങ്ങൾ എല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്തു എന്ന കാര്യം ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ മക്കൾ കമന്റ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ. ഓക്കെ, സോ നമുക്ക് പഠിക്കാം. നമുക്കറിയാം 2 into 6 plus 4 എന്നുള്ളതിനെ ശ്രദ്ധിക്കുക. 2 into 6 plus 4, അതായത് 6ഉം 4ഉം കൂട്ടിയാൽ 10 ആണ്. അതിനെ 2 കൊണ്ട് ഗുണിച്ചാൽ 20 കിട്ടും എന്ന് നിങ്ങൾക്കറിയാം, ശരിയല്ലേ? ഇതിനെ എങ്ങനെ എഴുതാം എന്നറിയോ നിങ്ങൾക്ക്? 2 into 6 plus 4 എന്ന് തന്നാൽ അതിനെ 2 into 6 plus 2 into 4 എന്ന് എഴുതാം. സാർ എന്തിനാ ഇത്രയും ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം പറയുന്നത് എന്ന് മക്കൾക്ക് ചിലപ്പോൾ തോന്നും. പക്ഷേ ഈ ഒരു കാര്യം അറിഞ്ഞാൽ മാത്രമാണ് ഇനി നിങ്ങൾക്ക് ഐഡന്റിറ്റീസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ പ്രോബ്ലംസ് ചെയ്യാൻ പറ്റുക. നോക്കുക, 2 into 6 എന്ന് പറയുമ്പോൾ 12 ആണ്. 2 into 4 എന്ന് പറയുമ്പോൾ 8 ആണ്. ആൻസർ 20 എന്ന് വരും, അല്ലേ? ഇത് സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. എന്നാൽ ഇതേപോലെ നിങ്ങളോട് ചോദിക്കുകയാണ് 2 into x plus 4. 2 into x plus 4. ഇതിനെങ്ങനെ എഴുതാം മക്കളെ? നോക്കിക്കോ, 2 into x ചെയ്താൽ അതിനെ 2x എന്ന് എഴുതാം. 2 into x 2x plus 2 into 4 8. സോ ഇതിനെ 2x plus 8 എന്ന് നമുക്ക് എഴുതാം. എഴുതാം 2x plus 8 എന്ന് നമുക്ക് എഴുതാം. ഇനി ഇതേപോലെ ഞാൻ വേറൊരു എക്സാമ്പിൾ പറയട്ടെ. ഇപ്പം 2 into x plus 4 എന്നുള്ളത് നമ്മൾ എങ്ങനെ എഴുതിയത്? 2 into x plus 4 എന്നാണ് എഴുതിയത്. അത് തന്നെയാണിത്, 2 into x plus 4. 2ന്റെ അടുത്ത് ബ്രാക്കറ്റില് x plus 4 എന്ന് എഴുതിയാൽ അതിന്റെ അർത്ഥം 2 into x plus 4 എന്നാണ്. അതെങ്ങനെയാ ചെയ്യാന്ന് അറിയാലോ? അതേപോലെ 3 into x plus 6 എന്ന് പറഞ്ഞാൽ 3 into x plus 6 എന്ന് പറഞ്ഞാൽ അതിനെങ്ങനെ എഴുതാം? 3 into x എന്ന് പറഞ്ഞാൽ 3x ആണ്, ശരിയല്ലേ? അതുപോലെ 3 into 6 എന്ന് പറഞ്ഞാൽ 18. സോ 3x plus 18 എന്ന് നിങ്ങൾക്ക് എഴുതാം. 3x plus 18. ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ കൂടെ ഞാൻ പറയട്ടെ. നോക്കൂ, 3 into 2x plus 6 ആണെങ്കിലോ? 3 into 2x. ആദ്യം എന്റെ മക്കൾ ചെയ്യേണ്ടത് 3 into 2x ആണ്. 3യും 2xും തമ്മിൽ ഗുണിക്കുക. 3 into 2 ചെയ്താൽ എത്രയാ? 6x. 3 into 2x ചെയ്താൽ 6x എന്ന് കിട്ടും. പ്ലസ് 3 into 6 ചെയ്ത് കഴിഞ്ഞാൽ 18. അതായത് 6x plus 18 എന്നുള്ളതായിരിക്കും മക്കളെ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ. സിമ്പിൾ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതിനെങ്ങനെ എഴുതാം? ഇപ്പൊ 4x plus 16. 4x plus 16 എന്ന് തന്നു കഴിഞ്ഞാൽ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? നോക്കിക്കോ, സിമ്പിൾ ആണ്. നോക്കുക, 4x എന്ന് പറയുന്നത് x-നെ 4 കൊണ്ട് ഗുണിച്ചതാണ്. 4x-നെ 4 കൊണ്ട് ഹരിച്ചാൽ എനിക്ക് എന്ത് കിട്ടും? 4നെ കോമൺ ആയിട്ട് എഴുതാം. 4x-ലും 16ലും 4 ഉണ്ട്. 4നെ കോമൺ ആയിട്ട് ഞാൻ പുറത്തേക്ക് എടുക്കുന്നു. 4x എന്ന് 4 പോയാൽ ബാക്കി എത്രയാണുള്ളത്? x. 4x-നെ 4 കൊണ്ട് ഹരിച്ചാൽ x. ഇനി 16നെ 4 കൊണ്ട് ഹരിച്ചാലോ? 4. സോ 4 into x plus 4 ആണ് എന്ത്? 4x plus 16 എന്ന് പറയുന്നത്. നിങ്ങൾ നോക്കിക്കോ, 4 into x ചെയ്താൽ 4x, അതുപോലെ 4 into 4 ചെയ്താൽ 16. സിമ്പിൾ അല്ലേ? അങ്ങനെയാണെങ്കിൽ എന്റെ മക്കളെ നിങ്ങൾ ഇതിന്റെ ആൻസർ കമന്റ് ചെയ്യണം. 5 into 2x plus 3 ഇതെന്താണെന്ന് എന്റെ മക്കള് കമന്റ് ചെയ്യണം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കൂടെ നിങ്ങൾ കമന്റ് ചെയ്യുക. എല്ലാ ഫ്രണ്ട്സിനും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് വീണ്ടും കാണാം. അടിപൊളിയായിട്ട് നമുക്ക് സൈലത്തിന്റെ കൂടെ പഠിക്കാം. സൈലത്തിന്റെ ലൈവ് ക്ലാസ്സുകളും അതുപോലെ റെക്കോർഡ് ക്ലാസ്സുകളും നിങ്ങൾ മിസ്സാക്കാതിരിക്കുക. സൈലത്തിന്റെ കൂടെ തന്നെ വരിക. നമുക്ക് ഫുൾ മാർക്ക് തന്നെ ഇനിയുള്ള ഓരോ എക്സാമിലും ഉറപ്പിക്കാം.